നമസ്കാരം. ഹമീദ് മാമു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചാനലിൽ ഞാൻ അവതരിപ്പിക്കുന്ന വീഡിയോകൾ മിക്കതും നിയമസംബന്ധമായ വീഡിയോകളാണ്. ഇന്ത്യൻ നിയമങ്ങളും അതിൻ്റെ കൂടെ വിദേശ നിയമങ്ങളും അടങ്ങുന്നതാണ് കണ്ടൻസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് നാളായി ഞാൻ വന്നിട്ട് ഒരു യാത്രയിലൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് വീഡിയോ ഇടാൻ താമസിച്ചത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വിഷയം സൗദി ലേബർ ലോ തന്നെയാണ്. സൗദി ലേബർ ലോയിൽ സൗദിയിൽ ജോലിക്കായിട്ട് പോകുന്ന ഒരുപാട് പേര് സൗദി ലേബർ ലോ എന്താണെന്ന് ഏറെക്കുറെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കും. കാരണം നമ്മളൊരു വിദേശ രാജ്യത്ത് അവിടുത്തെ നിയമങ്ങൾ പലർക്കും അജ്ഞാതമാണ്. പലർക്കും അറിയില്ല എന്താണ് അവിടുത്തെ നിയമങ്ങൾ. അപ്പോൾ ഇതിനെപ്പറ്റി ഞാനൊരു ചെറിയൊരു വിശദീകരണം പഠിച്ചുകൊണ്ട് തന്നെ സൗദി നിയമങ്ങളൊക്കെ പറ്റി കാര്യമായിട്ട് അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഞാൻ ഓരോ വിഷയങ്ങളും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ, നിയമപരമായ വീഡിയോകളായതുകൊണ്ട് പലർക്കും അത് മനസ്സിലായെന്ന് വരില്ല. പക്ഷേ അത് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കാരണം അതാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റവർക്ക് ഷെയർ ചെയ്യുക, അതാണ് എൻ്റെ പ്രോത്സാഹനം. അതാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ കൂടുതൽ പ്രേരിതമാകുന്നത്. അതുപോലെ തന്നെ ഒരു മെമ്പർഷിപ്പ് ബട്ടൺ ഉണ്ട് താഴെ, ഇതിന് താഴെ വീഡിയോയുടെ താഴെ നോക്കിയാൽ കാണാം ജോയിൻ പറഞ്ഞൊരു മെമ്പർഷിപ്പ് ബട്ടൺ. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നിയമത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിന് ഞാൻ അപ്പോൾ മറുപടി തരുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരും. അത് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് മറുപടി ലഭിക്കും. വാട്സപ്പിലൂടെ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് അയച്ചാൽ ഞാൻ മറുപടി തരുന്നതാണ്. ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്, എല്ലാവർക്കും എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മെമ്പർഷിപ്പ് ഫീസ് വെച്ചിരിക്കുന്നത്. ചെറിയൊരു ഫീസാണ്, വലിയ ഫീസൊന്നുമല്ല. മാസം ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ ഫീസാണ്. അത് അങ്ങനെയുള്ളവർക്കാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് മറുപടി കൊടുക്കാൻ എളുപ്പമാകും. കാര്യം ദിവസം ഒരു 10-40 മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. അതിൽ നിന്ന് എല്ലാവർക്കും മറുപടി കൊടുക്കുക എന്നുള്ളത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എനിക്ക് പെട്ടെന്ന് മറുപടി ഞാൻ കൊടുക്കും എന്നുള്ളതാണ് ഈ പ്രത്യേകത. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വിഷയം സൗദിയിൽ ജോലിയെടുക്കുന്ന പ്രവാസികൾ വളരെ അധികം അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. കാര്യം നമ്മളവിടെ ചെന്നാൽ ഇക്കാമ, റീ എൻട്രി വിസ, അതുപോലെ ഫൈനൽ എക്സിറ്റ് വിസ, ഇക്കാമ നഷ്ടപ്പെട്ടാൽ, പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ, ഇക്കാമ എക്സ്പയർ ചെയ്താൽ ഇതിനൊക്കെ നിങ്ങൾക്ക് അവിടെ ഫൈനും കാര്യങ്ങളൊക്കെ വരും. ആ ഫൈനൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്ത് ഫൈൻ വരും ഇന്ന് ഒരു കുറ്റം. ഇപ്പോൾ ഇക്കാമ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇക്കാമ എക്സ്പയർ ആയാൽ ഇതിനൊക്കെ എന്തൊക്കെ ഫൈൻ വരും. അതുപോലെ തന്നെ അനധികൃതമായിട്ട് നിങ്ങൾ കുടിയേറിയതാണെങ്കിൽ വിസ എക്സ്പയർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അതിനൊക്കെ ഭീമമായ ഫൈൻ വരും, കസ്റ്റഡി വരെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ അവിടെ ചെയ്യാൻ പാടില്ലാത്ത നിയമങ്ങളും അവിടെ എന്തൊക്കെ ചെയ്യാമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, അതിൻ്റെ ഫൈനും കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. എന്ത് ഫൈൻ വരും, ഇപ്പോൾ ഇക്കാമ നഷ്ടപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതിന് എന്ത് ഫൈൻ വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇക്കാമ, പാസ്പോർട്ട് മുതലായ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് നിങ്ങൾ അവിടെ ജോലിക്കായിട്ട് ചെയ്യുന്നെങ്കിൽ സ്വാഭാവികമാണ്, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ബാഗിൽ വെച്ച് ഇക്കാമ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ വെച്ച് ഇക്കാമ പോക്കറ്റ് അടിച്ചു പോയി, പാസ്പോർട്ട് അങ്ങനെ നഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അവിടുത്തെ നിയമം. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ 1000 സൗദി റിയാൽ നിങ്ങൾക്ക് ഫൈൻ അടക്കേണ്ടതായിട്ട് വരും. റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലുള്ള കാര്യമാണ്. റിപ്പോർട്ട് ചെയ്തിരിക്കണം. അത് ഈ ആദ്യത്തെ തവണ അങ്ങനെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ 1000 രണ്ടാമതും നിങ്ങളുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു,
വർഷങ്ങളായിട്ട് ചിലപ്പോൾ വർഷങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇടയ്ക്ക് രണ്ടാമത് വീണ്ടും ചിലപ്പോൾ ഇക്കാമ നഷ്ടപ്പെടാം, പാസ്പോർട്ട് നഷ്ടപ്പെടാം. അപ്പോൾ 24 മണിക്കൂറിൽ ഇങ്ങനെ രണ്ടാമത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ 2000 റിയാലാണത്. അത് ഇരട്ടിക്കണത്. അങ്ങനെ ഒരു മൂന്നാമത്തെ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇക്കാമ നഷ്ടപ്പെട്ട് പാസ്പോർട്ട് നഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3000 റിയാൽ മൂന്നാമത്തെ തവണ ആവർത്തിച്ചാൽ എന്നാണ് പറയുന്നത്. അങ്ങനെ വരില്ല, മിക്കവാറും വന്നേക്കാം എന്നുള്ള നിഗമനത്തിലാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇക്കാമ നിങ്ങൾ എക്സ്പയറായി ഒരു സാധാരണഗതിയിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ 2 മാസം 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് റെസിഡൻസ് വിസ അഥവാ ഇക്കാമ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് എടുത്തു തരണം, നിങ്ങളുടെ കഫീൽ എടുത്തു തരണം. നിങ്ങൾക്ക് കഫീലിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം. അത് നിങ്ങൾക്ക് എടുത്തു തന്നില്ല, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ അത് റിന്യൂ ചെയ്യണം. ഇത് രണ്ടും ചെയ്തില്ല, റിന്യൂവൽ ഡേറ്റ് കഴിഞ്ഞു. റിന്യൂ ആകുന്നതിന് മുമ്പ് 3 ദിവസം മുമ്പെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ ഇക്കാമ എക്സ്പയറായി റിന്യൂ ചെയ്യണം എന്നുള്ള ഇത് ജവാസാത്തിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്തെങ്കിലും കാരണമില്ലാതെ നിങ്ങൾ റിപ്പോർട്ട് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അതൊക്കെ അവർ ഫൈനൊന്നും അടിക്കില്ല. അത് നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട കഫീൽ കമ്പനി ഇതൊക്കെയാണെങ്കിൽ അവർ ഫൈൻ അടക്കേണ്ടി വരും. 2 ഇരട്ടി ഫൈൻ അവരടക്കേണ്ടതായിട്ട് വരും. ഉത്തരവാദിത്തപ്പെട്ട കഫീലിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം. ഫൈൻ അടക്കുക എന്നുള്ളത് അവരുടേതാണ്. അവരാണ് വിസ ഇക്കാമ എക്സ്പയറായി അല്ലെങ്കിൽ പുതിയ ഇക്കാമ അവർക്ക് വന്നപ്പോൾ തന്നെ കൊടുത്തില്ല, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് 2 ഇരട്ടി ഫൈൻ. ഫീസിൻ്റെ പുറമെ ഒരു ഫൈനും കൂടി, ഒരു ഫീസും കൂടി, 2 ഫീസ് അടക്കേണ്ടതായിട്ട് വരും ഇക്കാമക്ക് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഗവൺമെൻറ് സ്ഥാപനമാണെങ്കിൽ ആ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് ഈ ഒരു വിദേശ എംപ്ലോയിയുടെ ഇക്കാമ എക്സ്പയർ ആയാലോ അല്ലെങ്കിൽ വന്ന ഉടനെ 2 മാസത്തിനുള്ളിൽ വിസ ഇക്കാമ എടുത്തു കൊടുത്തില്ലെങ്കിൽ ആ ബന്ധപ്പെട്ട ഗവൺമെൻറ് സ്ഥാപനത്തിലോ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ആളാണ് അത് അങ്ങനെ ഡിലേ വരുത്തുന്നതെങ്കിൽ അയാളെ നിയമപരമായ രീതിയിൽ അയാൾക്കെതിരെ ആക്ഷൻ എടുത്തിരിക്കണം. അതിനെ ബന്ധപ്പെട്ട മുകളിലുള്ള ഓഫീസർമാരെ ആക്ഷൻ എടുത്തിരിക്കുന്നതാണ്. ഡിസിപ്ലിനറി ആക്ഷൻസ് അയാൾക്കെതിരെ എടുത്തിരിക്കണം എന്നുള്ളതാണ് നിയമം. ഇനിയിപ്പോൾ സൗദിയിൽ താമസിക്കും ഇക്കാമ കയ്യിൽ കരുതി. ഇപ്പം നമ്മൾ ഇക്കാമ അവിടെ നമ്മളവിടെ ഒരു റെസിഡൻറ്റ് വിസക്കാരനാണെന്ന് തെളിയിക്കുന്നതിനുള്ള പ്രൂഫാണ്, ഐഡൻറ്റിറ്റിയാണ് ഇക്കാമ. അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഈ ഇക്കാമ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ട് എപ്പോഴും എവിടെ പോകുമ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അത് ഇപ്പം നമ്മൾ പുറത്ത് പോയി അല്ലെങ്കിൽ പോലീസ് ഏതെങ്കിലും സുർത്ത അല്ലെങ്കിൽ മുറൂർ ഇവരെ ആരെങ്കിലുമൊക്കെ പിടിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റംസ് അതോറിറ്റി ഏത് അതോറിറ്റി ഇപ്പോൾ അവിടെ മുത്തവന്മാരുണ്ട്, അവരൊക്കെ പിടിച്ച് ചോദിക്കും നിങ്ങളിൽ ഇക്കാമ ഉണ്ടാവുന്നത്. ഇക്കാമ കാണിച്ചാൽ തന്നെ നിങ്ങൾ ഏത് കമ്പനിയിൽ ജോലി എടുക്കുക, അങ്ങനെ നമ്മൾ ബന്ധപ്പെട്ട എത്ര നാളായെന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. അതിനുള്ള അവരോട് ചോദിക്കുന്ന ആ അതോറിറ്റി ആരാണ് നിങ്ങളെ പിടിച്ചു നിർത്തി ഇക്കാമ ഉണ്ടാകുന്നൊക്കെ ചോദിക്കുന്നത്, അവർക്ക് എല്ലാ ഇൻഫർമേഷൻസും കൊടുത്തിരിക്കണമെന്നുണ്ട്. അങ്ങനെ നമ്മൾ കൊടുക്കാതെ അവരോട് നമ്മൾ വിമുഖത കാണിച്ചു കഴിഞ്ഞാൽ, ഈ ഇൻഫർമേഷൻസ് ഒന്നും പാസ് ചെയ്യാതെ വിമുഖത കാണിച്ചു കഴിഞ്ഞാൽ നമുക്കെതിരെ അവർക്ക് കേസ് രജിസ്റ്റർ ചെയ്യാനും, ഈ ഇൻഫർമേഷൻസ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ആദ്യത്തെ തവണ 1000 റിയാലും രണ്ടാമത്തെ തവണ 2000 റിയാലും മൂന്നാമത് പിടിച്ചു കഴിഞ്ഞാൽ 3000 റിയാലുമാണ് ഫൈൻ. അപ്പോൾ ഇതാണ് ഈ ഫൈൻ കാര്യങ്ങളാണ് ഞാൻ ഈ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓരോ തെറ്റിനും ഓരോ എന്തൊക്കെ നമ്മുടെ ജോലിക്കിടയിൽ വരുന്ന എന്തൊക്കെ നമ്മൾ പേപ്പർ വർക്ക് ചെയ്യുന്ന അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഫൈനും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഞാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനൽ എക്സിറ്റ് വിസ എടുത്തു, നമ്മൾ പോകാനായിട്ട് തീരുമാനിച്ചു ഫൈനൽ എക്സിറ്റ് വിസ എടുത്തു, അല്ലെങ്കിൽ റീ എൻട്രി വിസ എടുത്തു. അതിനൊരു കാലാവധി ഉണ്ടാവും. അവിടെ നിന്ന് സൗദി വിടാനുള്ള ഒരു കാലാവധി ഉണ്ടാവും. എക്സിറ്റ് വിസ നമുക്ക് അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീ എൻട്രി വിസ നമുക്ക് അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇത്ര ദിവസത്തിനുള്ളിൽ സൗദി വിട്ടിരിക്കണമെന്നാണ് അവിടുത്തെ നിയമം. അങ്ങനെ പോയില്ലെങ്കിൽ വിസ എക്സ്പയർ ആകണതിന് മുമ്പ് നമ്മളവിടെ ഒന്നല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ റിന്യൂ ചെയ്യണം. വിസ രണ്ടാമത് എക്സിറ്റ് വിസ നമുക്ക് പോകാൻ എന്തെങ്കിലുമൊക്കെ ജോലി തിരക്കോ അല്ലെങ്കിൽ മറ്റുള്ള സാങ്കേതിക കാരണങ്ങളാലോ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ആ വിസ എക്സ്പയർ ആവുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്നല്ലെങ്കിൽ റിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണം.
ഇങ്ങനെ ക്യാൻസൽ ചെയ്തില്ല എങ്കിൽ 1000 റിയാൽ ആദ്യത്തെ തെറ്റിന് 1000 റിയാൽ. അത് ആവർത്തിച്ചാൽ രണ്ടാമത് ആവർത്തിച്ച് കഴിഞ്ഞാൽ 2000 റിയാൽ, മൂന്നാമത് ആവർത്തിച്ചാൽ 3000 റിയാൽ. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു നിയമം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആശ്രിതർ, നമ്മുടെ കൂടെ ആശ്രിതരുണ്ടാവും, മക്കളുണ്ടാവും, ഭാര്യ ഉണ്ടാവും. ഇവരൊക്കെ നമ്മുടെ അവിടെ ആശ്രിതരായിട്ട് നമ്മൾ അവിടെ കൊണ്ടുവരികയാണ്. സൗദിയുടെ അവിടുത്തെ കഫീലിൻ്റെ അനുവാദത്തോടുകൂടി നമ്മൾ നിയമപരമായിട്ട് അവരെ കൊണ്ടുവന്നു. പക്ഷേ ചിലപ്പോൾ ഭാര്യ ഒരു ടീച്ചറായിരിക്കും, ബിഎഡുകാരിയായിരിക്കും. അപ്പോൾ അവിടെ ഒരു കഫീലിൻ്റെ മക്കളെ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും സ്ഥാപനത്തിൽ, എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ ജോലിക്ക് കയറുകയോ അനധികൃതമായിട്ടുള്ള ഒരു ഇതുമില്ലാണ്ട്, ഒരു യാതൊരു പേപ്പറും ഇല്ലാണ്ട് ആ സ്ഥാപനത്തിൽ, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ, ചിലപ്പോൾ അടുത്തുള്ള വീടിനടുത്തുള്ള പ്രൈവറ്റ് സ്ഥാപനത്തിലായിരിക്കും. അങ്ങനെ ആ സ്ഥാപനത്തിൽ ജോലി എടുത്തു കഴിഞ്ഞാൽ, അനധികൃതമായിട്ട് ജോലിക്ക് പോയാൽ ഈ ആശ്രിതർ നിയമപരമായിട്ട് തന്നെ അവരെ വിസയിൽ, ജോബ് വിസയിൽ വേണം കൊണ്ടുവരാമെന്നാണ് നിയമം. എന്നിട്ടേ അവർ ജോലി എടുപ്പിക്കാൻ പാടുള്ളൂ. ആശ്രിതരായിട്ട് ആശ്രിത വിസയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് പോകാനുള്ള അനുവാദമില്ല. അങ്ങനെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ തവണയാണെങ്കിൽ 1000 റിയാൽ ഫൈൻ അടിപ്പിക്കും. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്താൽ 2000 റിയാൽ വരും. മൂന്നാമത്തെ തവണ 3000 റിയാലിന് പുറമെ ഈ വയലേറ്റ് ചെയ്യുന്ന ആളുടെ ഇക്കാമ മിനിസ്ട്രി ഓഫ് അതിൻ്റെ ഇൻറ്റീരിയർ മിനിസ്റ്റർ ഉണ്ട്, അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യുമായിരിക്കും. മൂന്നാമത്തെ തവണ ഇത് ചെയ്യുന്നതിന് 3000 റിയാൽ ഫൈൻ അടപ്പിച്ചതിന് ശേഷം അത് റിപ്പോർട്ട് അയാൾക്ക് പോകും, മറ്റേ മിനിസ്റ്ററിന് പോകും. മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിലേക്ക് മിനിസ്റ്ററിന് അദ്ദേഹം തീരുമാനിക്കും ഇക്കാമ ടെർമിനേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിച്ച് എന്നിട്ട് ഡിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം മിനിസ്റ്ററിനാണ്. അപ്പോൾ ആ മിനിസ്റ്റർ അത് മൂന്നാമത്തെ തവണ ആവർത്തിച്ചാലുള്ള കാര്യമാണ്. അപ്പം അവിടെ ആശ്രിതർ ജോലിക്ക് പോയാൽ നിങ്ങൾ അവിടെ പണിയെടുക്കാൻ അവരെ അനധികൃതമായിട്ട് പണിയെടുപ്പിക്കരുത്. അവർ ആശ്രിത വിസയിൽ പോയാൽ ആശ്രിതർ മാത്രമാണ്. അതുപോലെ തന്നെ വിസ കാലാവധി കഴിഞ്ഞു. വേറൊരു കാര്യം, വിസ കാലാവധി കഴിഞ്ഞ സൗദിയിൽ തങ്ങാൻ പാടില്ല. അത് എത്രയും വേഗം നമ്മൾ കയറിപ്പോരണം. വിസ കാലാവധി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ റെസിഡൻസ് വിസയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് അവിടെ പിന്നെ തങ്ങാനുള്ള ഓവർ സ്റ്റേയിങ് പാടില്ല. അപ്പോൾ അങ്ങനെ പിടിക്കപ്പെട്ടാൽ കസ്റ്റഡി, ഫൈൻ, ഡിപ്പോർട്ടേഷൻ. ഇങ്ങനെ ഫൈൻ ഈടാക്കി റിപ്പോർട്ട് ചെയ്യാനുള്ള നടപടി അവർ ആരംഭിക്കും. അപ്പോൾ ഇപ്പം ഇങ്ങനെ വിസ കാലാവധി കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ അനിയന്മാരൊക്കെ ആയിരിക്കും, അപ്പോൾ കൂടെ താമസിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കും. വിസ കാലാവധി കഴിഞ്ഞ് പോകാൻ പറ്റിയില്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്ന് നമ്മൾ കൂടെ താമസിപ്പിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രവാസികളാരെങ്കിലും അവരുടെ മുറിയിൽ ഒക്കെ താമസിപ്പിക്കുക, അത് പിടിക്കപ്പെട്ടാൽ ഇതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൻ്റെ അടുത്തേക്ക് യഥാവിധി ഫൈനൊക്കെ അടിപ്പിച്ചതിന് ശേഷം മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറാണ് പിന്നെ തീരുമാനിക്കുന്നത്. അയാളെ വിസ തീർന്ന ആളെ കൂടെ പാർപ്പിച്ച ആളെ ഡിപ്പോർട്ട് ചെയ്യും, മറ്റൊരാളെ ഡിപ്പോർട്ട് ചെയ്യും. അതിന് കൂടെ തന്നെ ഈ താമസിപ്പിച്ച ആളെ ഡിപ്പോർട്ടേഷൻ നടത്തും, ഇക്കാമ ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ അറിഞ്ഞിരിക്കുക, നിങ്ങൾ ആരെയും സ്വന്തം കൂടപ്പിറപ്പാണെങ്കിൽ തന്നെയും നിങ്ങൾ ഇത് വരുത്തിക്കൊണ്ട്, നിങ്ങളുടെ ജീവിതം കളഞ്ഞുകൊണ്ട്, നിങ്ങളുടെ ജോലി അവിടെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ രണ്ടുപേരെ ഡിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ അതിൽ നിൽക്കാതിരിക്കുക. ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും വളരെ ഉചിതമായ കാര്യങ്ങളാണ്. ഇതൊന്നും പലർക്കും അറിയില്ല. കൂടെ ചിലപ്പോൾ അനിയനല്ലേ, ചേട്ടനല്ലേ, വാപ്പയല്ലേ, ഉമ്മ മറ്റുള്ളവർക്ക് വിചാരിച്ചിട്ട് നിങ്ങൾ കൂടെ താമസിപ്പിക്കും. വിസ എക്സ്പയർ ചെയ്ത ആളായിരിക്കും, പിടിച്ചാൽ തീർന്ന്, രണ്ടുപേരുടെ കഥയും കഴിയും. അതുപോലെ തന്നെ വിസിറ്റ് വിസ, ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ വിസ കാലാവധിയാണ്. ഇപ്പം ഇത് വേറൊരു കാര്യം, വിസിറ്റ് വിസയിൽ പലരും വരും, എന്നിട്ട് അവിടെ ജോലി ചെയ്യും. പിടിച്ചു കഴിഞ്ഞാണ്ടല്ല, വിസ വാലിഡ് ആണെങ്കിൽ ഉടനെ ഡിപ്പോർട്ട് ചെയ്യും. ആ വിസിറ്റിംഗ് വിസയുടെ കാലാവധി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അവർ വേറെ ഒന്നുമില്ല, ഫൈനൊന്നുമില്ല, ഉടനെ നാട്ടിലേക്ക് ഏറ്റുവിടാനുള്ള പരിപാടികൾ നോക്കും. അതുപോലെ എക്സ്പയർ ആണെങ്കിൽ ഫൈൻ, കസ്റ്റഡി മുതലായ സ്റ്റാറ്റ്യൂട്ടറി പ്രൊസീഡിങ്സിന് വിധേയമാകേണ്ടി വരും. അപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും. വിസ എക്സ്പയർ ആണെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും, യഥാവധി ഫൈൻ അടക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എന്തൊക്കെ ലീഗൽ പ്രൊസീജിയർ ഉണ്ടോ അതിനൊക്കെ വിധേയമാകും. അതിന് ലാസ്റ്റ് നിങ്ങളെ ഡിപ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് കയറ്റിവിടും. അപ്പോൾ വിസിറ്റ് വിസയിൽ പോയിട്ട് അവിടെ ജോലി എടുക്കാൻ ശ്രമിക്കേണ്ട, അത് നിങ്ങൾക്ക് വിനയാണ്.
ഈ എപ്പിസോഡിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ എപ്പിസോഡിൽ ഇനിയുണ്ട് കുറച്ച് കാര്യങ്ങൾ. അത് എന്തൊക്കെയാണെന്നുള്ളത്, അതിനെന്തൊക്കെ ഈ കസ്റ്റഡി എന്തൊക്കെയാണ്, ഡിപ്പോർട്ടേഷൻ വരുന്നത് ഏതിനൊക്കെയാണ് നിങ്ങൾക്ക് ഫൈൻ അടച്ച് മാറാവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടനെ ഇറങ്ങുന്നതാണ്, കാത്തിരിക്കുക. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്ക് മെമ്പേഴ്സിനെ കിട്ടും. അപ്പോൾ അതുവരേക്കും ഞാൻ നിങ്ങളോട് ഗുഡ് ബൈ പറയുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഗുഡ് ബൈ, നമസ്കാരം.